ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? എന്നത്തേക്കാണ് യാത്ര പ്ലാൻ ചെയ്യുന്നത്? ജൂൺ 1-ാം തീയതിയാണ് യാത്ര ആരംഭിക്കുന്നത്. ശൃംഗേരി മഠത്തിൻ്റെ ഹാളിലാണ് അതിൻ്റെ ഫ്ലാഗ് ഓഫ് കാര്യങ്ങൾക്കും അതിനു മുമ്പെയുള്ള സെറിമണിയൊക്കെ നടക്കുന്നത്. ഏതാണ്ട് ഒരു 12 മണിയോടുകൂടെ ഞങ്ങൾ യാത്ര ചെയ്യും. ആദ്യത്തെ ദിവസം ഞങ്ങൾ കോയമ്പത്തൂർ പോയി അവിടുന്ന് അങ്ങോട്ട് ഉള്ള യാത്രയാണ്. പോകുന്ന വഴിക്ക് മറ്റെവിടെയെങ്കിലുമൊക്കെ ദേശീയ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നുണ്ടോ? അതോ? ഞങ്ങളുടെ ലക്ഷ്യം ശങ്കര ടു ശാരദയാണ്. ശങ്കരൻ മുതൽ ശാരദ വരെ. അത് ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ പറയില്ലേ, ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല എന്ന് പറയുന്ന പോലെ ഒരേ ഒരു ലക്ഷ്യം തീർത്തുവാലുള്ള ശാരദാക്ഷേത്രം. പക്ഷേ ഈ പോകുന്ന വഴിക്കൊക്കെ ഞങ്ങൾക്ക് താമസിക്കേണ്ടതായിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ പല സ്ഥലത്തും ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി സ്വീകരണം ഏർപ്പാടാക്കിയിട്ടുണ്ട്. റിസപ്ഷൻ കമ്മിറ്റികളുണ്ട്. പല സ്ഥലത്തും അമ്മമാരുടെ കൂട്ടമുണ്ട്, പല സ്ഥലത്തും യുവാക്കളുടെ കൂട്ടമുണ്ട്. ഓംകാരേശ്വരിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഞങ്ങൾ അവിടെ സ്വീകരിക്കുന്നുണ്ട്. ഇഷ ഞങ്ങളുമായിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. റോയൽ എൻഫീൽഡ് ഞങ്ങൾക്ക് എല്ലാ സർവീസ് സെൻറ്ററുകളും തുറന്നു തന്നിട്ടുണ്ട്. ഭാരതത്തിൻ്റെ ഈ പറയുന്ന ഭരണസിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ ഞങ്ങളോട് അനുഭാവപൂർവ്വം സംസാരിച്ചിട്ടുണ്ട്. നേരിട്ട് കാണാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ 2 ദിവസം മുമ്പ് ഞങ്ങൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ കണ്ടു. അദ്ദേഹം എല്ലാവിധ ഹെൽപ്പും ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു തമാശയല്ല എന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ അത് അത്രയും സഹായങ്ങൾ ചെയ്യുക. അദ്ദേഹം പറഞ്ഞ ഞാനൊരു റൈഡറാണ്, അദ്ദേഹം റൈഡറാണ്, ഞാൻ കൂടെ വരുമായിരുന്നു കൂടെ, പക്ഷേ ഈ തിരക്ക് കാരണമാണ്, പക്ഷേ ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ നിങ്ങളുടെ കൂടെ കൂടാം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്, കാരണം അദ്ദേഹത്തിന് അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായി. ആ പൊട്ടൻഷ്യൽ മറ്റൊന്നുമല്ല, ഭാരതത്തിലെ യുവാക്കളിൽ, പ്രത്യേകിച്ച് വിശിഷ്യ കേരളത്തിലെ യുവാക്കളിൽ ദേശീയബോധം ഉണർത്തുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. 2 ദിവസം മുമ്പ് ഞങ്ങൾ ഗവർണറെ കണ്ടു. ഗവർണറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു റൈഡറാണ്. അദ്ദേഹം ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങ് ഞങ്ങളോട് കൂടുന്നോ റൈഡ് ചെയ്യാൻ എന്ന് ചോദിച്ചു. കൂടണം എന്നുണ്ട്, പക്ഷേ പ്രോട്ടോക്കോൾ പ്രകാരം ഗവർണർക്ക് അങ്ങനെ റൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ഒരു സദ്ഗുരു ഒരു റൈഡറാണ് ഇഷ എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ എല്ലാവരുടെ ഉള്ളിൽ ഒരു വലിയ ആത്മവിശ്വാസത്തിൻ്റെ ഒരു സ്ഫുരണം ചില LOC കൊണ്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ മൂവ്മെൻ്റായിട്ട് മാറും. അത് ഭാരതം മുഴുവൻ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റായി മാറും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അവിടെ എത്തിയതിന് ശേഷം എന്താണ് പ്ലാനിങ് ഒക്കെ? എന്തൊക്കെയാണ് നമ്മളവിടെ എന്തെങ്കിലും പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടോ അതോ അങ്ങനെ എന്തെങ്കിലും? ചില ആളുകൾ ചോദിച്ചു, എന്താണിപ്പം അവിടെ പോയിട്ട് ചെയ്യുക? കുറേ അവിടെ പോയിട്ട് എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യം സത്യത്തിൽ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമല്ല. ഇപ്പം മാരത്തോൺ ഓടുന്നു, സ്ത്രീ ശാക്തീകരണത്തിന് മാരത്തോൺ ഓടുന്നു. എന്തിന്? എവിടുന്ന് എവിടം വരെ? കല്ലൂർ സ്റ്റേഡിയം മുതൽ പാവക്കുളം എവിടം വരെ, അല്ലെങ്കിൽ എറണാകുളത്തപ്പം ഗ്രൗണ്ട് വരെ ഓടുന്നു. എന്നിട്ട് എന്ന് ചോദിച്ചാൽ ആ ചോദ്യം പ്രസക്തമല്ല. ആ യാത്ര തന്നെ അതിൻ്റെ മെസ്സേജ്. അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. അവിടെ പോകുന്നു, ശാരദാക്ഷേത്രത്തിൽ പോകുന്നു, ശാരദാ ദേവിയുടെ ദർശനം വാങ്ങുന്നു. ആ സമയത്ത് അവിടെ മഹാഭിഷേകം നടക്കുന്നുണ്ട്. ശ്രീ വിധുശേഖര ഭാരതി സ്വാമികൾ ശങ്കരാചാര്യരായിട്ട്, ശ്രീ ശൃംഗേരി ശങ്കരാചാര്യരായിട്ടുള്ള അദ്ദേഹം ആയിരിക്കും അവിടെ അത് ചെയ്യുന്നുണ്ടാവുക. ഞങ്ങൾ അതിന് അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അതും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമില്ല. അവിടെ ആ സമയത്ത് എത്തുന്നതുകൊണ്ട് അതിന് അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ യാത്ര തന്നെയാണ് മെസ്സേജ്. ഇവിടുന്ന് ഞങ്ങളുടെ ബുള്ളറ്റ് ആദ്യത്തെ കിക്കിൽ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഓരോ നിമിഷവും അത് സ്പന്ദിക്കുക ഭാരതം 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 എന്ന ശബ്ദത്തിൽ തന്നെയാണ്.